താൻ ചെയ്ത ചെറിയ ഒരു അശ്രദ്ധയ്ക്ക് പകരമായി ഈ വീട്ടമ്മയ്ക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെടുന്നതിന് കാരണമായേക്കാമെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. പെരുമ്പറമ്പ് നോർത്ത് ഏഴിപ്പുറം കാനാമ്പറമ്പ് വെള്ളവേലി വീട്ടിൽ റസാക്കിന്റെ ഭാര്യ സജിനയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണപ്പെട്ടത്. വീട്ടമ്മയുടെ ഈ ആകസ്മികമായ മരണത്തോടെ 2 കുട്ടികൾക്കാണ് അമ്മയില്ലാതായിരിക്കുന്നത്. ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. ഈ ചൂടുകാലത്ത് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഓരോ വീട്ടമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. രാവിലെ വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ച ശേഷമാണ് സജിന വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കാനായി ഇറങ്ങിയത്. തുടർന്ന് കരിയിലകളും മറ്റ് പാഴ്വസ്തുക്കളുമെല്ലാം കൂടി വീടിന് സമീപത്ത് തന്നെയുള്ള ഒഴിഞ്ഞ പറമ്പിലേക്കാണ് കൂട്ടിയിട്ടിരുന്നത്. ശേഷം ഇതിന് തീ കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തീയിട്ട ശേഷം ആ തീയിലേക്ക് മണ്ണെണ്ണയൊഴിച്ചതോടുകൂടി തീ വസ്ത്രത്തിലേക്ക് ആളി പടരുകയായിരുന്നുവെന്നാണ് പറയുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ വീട്ടമ്മയുടെ ദേഹമാസകലം തീ ആളിപ്പടർന്നു. തുടർന്ന് നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്നാണ് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് യുവതിയെ ആദ്യം എത്തിച്ചത്. 85% പൊള്ളലേറ്റിരുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അവിടെ നിന്നും സ്ഥിതി വഷളായതിനാൽ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. റിസാന, ബാദുഷ എന്നിവർ മക്കളാണ്. ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കണം എന്നതിന്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടമ്മമാരും പാചകം ചെയ്യുമ്പോഴും തീയുമായി അടുത്ത് ഇടപഴകുമ്പോഴുമെല്ലാം വളരെ സൂക്ഷിക്കണം. അതുപോലെ സാരി, ഷാൾ, തട്ടം, മുണ്ട് എന്നിവ തീയിൽ വീഴാവുന്ന രീതിയിലായിരിക്കരുത് ധരിക്കേണ്ടത്. നമ്മുടെ വീടുകളിൽ അലക്ഷ്യമായി വീട്ടമ്മമാർ ചില കെമിക്കലുകൾ ഉപയോഗിച്ച് ഇത്തരം വസ്തുക്കൾ കത്തിക്കുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഒരിക്കലും പെട്രോൾ, ഡീസൽ എന്നിവ ഉപയോഗിച്ച് തീ പിടിപ്പിക്കാനായി ശ്രമിക്കരുത്. അതുപോലെ തന്നെ വീട്ടിൽ മറ്റ് ആരുമില്ലാത്ത അവസരങ്ങളിലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. ഇനി വേനൽക്കാലമായതിനാൽ പകൽ സമയങ്ങളിൽ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ തീ ആളിക്കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരത്തിൽ നമ്മുടെ വസ്ത്രങ്ങളിൽ യാദൃശ്ചികമായി തീ പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിലത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ട് തീ കെടുത്താനായി ശ്രമിക്കാവുന്നതാണ്. ഒരിക്കലും വസ്ത്രത്തിൽ കത്തിയ തീയുമായി ഓടാനായി ശ്രമിക്കരുത്. ആരുടെയെങ്കിലും വസ്ത്രത്തിന് തീ പിടിച്ചാൽ നിലത്തുരുളാൻ പറഞ്ഞിട്ട് പുതപ്പോ ചാക്കോ പൊതിഞ്ഞോ വെള്ളമൊഴിച്ചോ തീ കെടുത്താനായി ശ്രമിക്കുക. 10-15% താഴെയാണ് പൊള്ളലേറ്റിട്ടുള്ളതെങ്കിൽ 10 അല്ലെങ്കിൽ 20 മിനിറ്റ് സമയത്തേക്ക് തണുത്ത വെള്ളമൊഴിക്കുക. അതിൽ കൂടുതൽ ഭാഗത്ത് പൊള്ളലുണ്ടെങ്കിൽ വെള്ളമൊഴിക്കാൻ പാടില്ല. എന്തായാലും ഈ വീട്ടമ്മയുടെ മരണം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.